ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫ്ലൂയിഡ് മെഷീനറി എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഏരിയാസ് ഏതൊക്കെയാണ്, എസ്പെഷ്യലി തിയറി ഏരിയാസ് ഏതൊക്കെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതെന്നാണ്. ഇപ്പോൾ എന്തായാലും എക്സാം വരാൻ പോവുകയാണ്. ഇപ്പോൾ നമുക്കറിയാം ഫ്ലൂയിഡ് മെഷീനറി എന്ന് പറഞ്ഞാൽ ഫുൾ ആൻഡ് ഫുൾ ഒരു പ്രോബ്ലമാറ്റിക് പേപ്പറാണ്. അതായത് ഡെറിവേഷൻസും ന്യൂമറിക്കൽ പ്രോബ്ലംസും അടങ്ങിയിട്ടുള്ളൊരു പേപ്പറാണ്. ബട്ട് അതിൽ നിന്ന് തിയറി ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. 3 മാർക്ക് ക്വസ്റ്റ്യൻസ്, 4 മാർക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് തിയറി ഏരിയാസ് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ എന്തൊക്കെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് എന്നാണ് ഡിസ്കസ് ചെയ്യാൻ പോണത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ മൊഡ്യൂൾ എടുക്കുകയാണെങ്കിൽ ആദ്യത്തെ മൊഡ്യൂളിൽ നമുക്ക് പഠിക്കാനുള്ളത് ഇമ്പാക്റ്റ് ഓഫ് ജെറ്റും ഹൈഡ്രോളിക് ടർബൈൻസും ആണ്. ഇപ്പോൾ ഇമ്പാക്റ്റ് ഓഫ് ജെറ്റിലാണ് നമ്മൾ ബേസ് പഠിക്കുന്നത്. ഇപ്പോൾ ഈ മൊഡ്യൂളിൽ തന്നെ ഇപ്പോൾ ടർബൈൻസ് ആണെങ്കിലും പമ്പ്സ് ആണെങ്കിലും സെൻട്രിഫ്യൂഗൽ പമ്പൊക്കെയാണ് പഠിക്കണമെങ്കിൽ നമുക്ക് ബേസ് വേണം. വെലോസിറ്റി ട്രയാങ്കിൾ എന്താണ്, എങ്ങനെയാണ് ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നത്, വർക്ക് ഡൺ എന്താണ്, അതെല്ലാം നമ്മൾ അറിയുന്നത് ഈ ഇമ്പാക്റ്റ് ഓഫ് ജെറ്റ് എന്നാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡെറിവേഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളും അതിൻ്റെ പ്രോബ്ലംസും നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അതുകൂടാതെ അതിൻ്റെ തിയറിറ്റിക്കൽ പാർട്ട് എന്ന് പറയുമ്പോൾ എന്താണ് ഇമ്പാക്റ്റ് ഓഫ് ജെറ്റ് എന്ന് പറഞ്ഞാലൊന്നും മനസ്സിലാക്കി വയ്ക്കുക. ദെൻ ടർബൈൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ഈ പെൽട്ടൺ ടർബൈൻ, ഫ്രാൻസിസ് ടർബൈൻ, കെപ്ലാൻ ടർബൈൻ, ഈ 3 ടർബൈനാണ് നമ്മൾ മെയിനായിട്ട് പഠിച്ചിട്ടുള്ളത്. അതിൽ നിന്ന് ചിലപ്പോൾ വർക്കിങ്ങും അതിൻ്റെ കൺസ്ട്രക്ഷനും ചോദിച്ചേക്കാം. റെയർ ആയിട്ടുള്ളൊരു ചാൻസ് ആണ്. ഓക്കെ, കുറേ കാലങ്ങൾക്ക് മുൻപൊക്കെ അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിളൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഈവൻ അത് നമ്മൾ ബേസിക് പേപ്പേഴ്സിൽ ചോദിക്കാറുണ്ട്. ബേസിക് മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിലും നമ്മൾ ചോദിക്കാറുണ്ട്. ബട്ട് ഒരു തവണ എങ്ങാണ്ട് ഫ്ലൂയിഡ് മെഷീനറിയിൽ പണ്ട് ചോദിച്ച് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഒന്ന് റീവൈൻഡ് ചെയ്തിട്ട് പോവുക. അതിൻ്റെ ചിത്രം എങ്ങനെയാണ്, അതിൻ്റെ പാർട്സ് എങ്ങനെയാണ്, കാര്യങ്ങൾ ഒന്ന് നോക്കിയിട്ട് പോവുക. ദെൻ ഈ ടർബൈൻസിൻ്റെ കേസിൽ തന്നെയാണ് റെസ്പെക്റ്റീവ് ഡെറിവേഷൻസ് നോക്കണം. ഇപ്പോൾ പെൽട്ടൺ ടർബൈൻ ആണെങ്കിലും പിന്നെ ഫ്രാൻസിസ് ആണെങ്കിലും കെപ്ലാൻ ആണെങ്കിലും അതിന് ഡെറിവേഷൻ ഉണ്ട്. വർക്ക് ഡൺ, ഫോഴ്സ് എക്സേർട്ടറും വർക്ക് ഡൺൻ്റെയും എഫിഷ്യൻസി കാണാനുള്ള ഡെറിവേഷൻസ് ഉണ്ട്. അത് നോക്കുക. അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെറിവേഷനാണ് ഈ പെൽട്ടൺ ടർബൈൻ്റെ ഡെറിവേഷൻ. പെൽട്ടൺ ടർബൈൻ്റെ ഡെറിവേഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ വർക്ക് ഡണ്ണും എഫിഷ്യൻസിയും കാണുന്ന ഡെറിവേഷൻ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെറിവേഷനാണ് മാക്സിമം എഫിഷ്യൻസി കാണാനുള്ള ഡെറിവേഷൻ ഉണ്ട് പെൽട്ടൺ ടർബൈൻ്റെ. ഓക്കെ, 1 + cos π/2 എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ കിട്ടും. കണ്ടീഷൻ ഫോർ മാക്സിമം എഫിഷ്യൻസി കണ്ടിട്ട് മാക്സിമം എഫിഷ്യൻസി കിട്ടാനുള്ള കണ്ടീഷൻ കാണുക. ദെൻ മാക്സിമം എഫിഷ്യൻസി ഡിറ്റർമൈൻ ചെയ്യാനുള്ള ഡെറിവേഷൻ ഉണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെയാണ് ഇമ്പാക്റ്റ് ഓഫ് ജെറ്റിലും ഒരു ഡെറിവേഷൻ ഉണ്ട്. ഒരു ഫിക്സ്ഡ് പ്ലേറ്റ് ആണെങ്കിലും ശരി, മൂവിങ് പ്ലേറ്റ് ആണെങ്കിലും അതിൽ നമുക്ക് എഫിഷ്യൻസി മൂവിങ് പ്ലേറ്റിൽ മാക്സിമം എഫിഷ്യൻസിക്കുള്ള കണ്ടീഷൻ എന്താണെന്ന് ചോദിച്ചിട്ടുള്ള ഡെറിവേഷനും ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ടർബൈൻസിൻ്റെ കേസിൽ ഹെഡ്സ് ആൻഡ് എഫിഷ്യൻസി ഓഫ് ടർബൈൻസ് നമ്മൾ കുറേ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഹെഡ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, ഗ്രോസ് ഹെഡ് എന്താണ്, അതൊക്കെ ചോദിക്കും. 2 മാർക്കിന് 1 മാർക്കിന് ചോദിക്കും. എഫക്റ്റീവ് ഹെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്. ഓക്കെ, പിന്നെ അതേപോലെ എഫിഷ്യൻസി, മെക്കാനിക്കൽ എഫിഷ്യൻസി, ഹൈഡ്രോളിക് എഫിഷ്യൻസി, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ 2 മാർക്സിന് ചോദിക്കാറുണ്ട്. ഇമ്പോർട്ടൻറ്റും ആണ്. ദെൻ ടർബൈൻ്റെ കേസിൽ തന്നെ നമ്മൾ പെൽട്ടൺ ടർബൈനിൽ നമ്മൾ ആംഗിൾ ഓഫ് ഡിഫ്ലക്ഷൻ എന്ന് പറഞ്ഞൊരു ടേം പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് ആംഗിൾ ഓഫ് ഡിഫ്ലക്ഷൻ എന്ന് ചോദിക്കാം. ഓക്കെ, ആംഗിൾ ഓഫ് ഡിഫ്ലക്ഷൻ ഒരു പെർട്ടിക്കുലർ ആംഗിൾ ആണ് നമ്മൾ പറയുന്നത്. 160 to 170 ഡിഗ്രിയിലെ ആംഗിൾ ഓഫ് ഡിഫ്ലക്ഷൻ പറ്റുള്ളൂ. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ ഉണ്ട്. അപ്പോൾ അതൊക്കെ ചോദിക്കാം. അതൊക്കെ തിയറി ഏരിയയിൽ വരുന്നതാണ്. ദെൻ അതേപോലെ തന്നെയാണ് ക്യാരക്ടറിസ്റ്റിക് കർവ്സ് ഓഫ് എ ടർബൈൻ്റെ ക്യാരക്ടറിസ്റ്റിക് കർവ്സ് ചോദിക്കാം. അതുപോലെ സ്പെസിഫിക് സ്പീഡ് ഓഫ് എ ടർബൈൻ ചോദിക്കാം. ക്യാവിറ്റേഷൻ ഇൻ ടർബൈൻസ് ചോദിക്കാം. ഡ്രാഫ്റ്റ് ട്യൂബ് ചോദിക്കാം. ഇതിലിപ്പോൾ ഈ ക്യാരക്ടറിസ്റ്റിക് ഇത്രയുമാണ്, ഈ ഒരു പോർഷനാണ് മൊഡ്യൂൾ 1-ലുള്ളത്. മൊഡ്യൂൾ 2-ലാണ് എന്താണ് ഈ ക്യാരക്ടറിസ്റ്റിക് കർവ്സ് ഓഫ് ടർബൈനും സ്പെസിഫിക് സ്പീഡ് ഓഫ് ടർബൈനും ക്യാവിറ്റേഷൻ ഇൻ ടർബൈൻസും ഡ്രാഫ്റ്റ് ട്യൂബും കാര്യങ്ങളും വരുന്നത്. ഓക്കെ, അപ്പോൾ മൊഡ്യൂൾ 2-ൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ടർബൈനിൽ അണ്ടറിൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഏരിയ ആണ്, തിയറിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഏരിയ ആണിത്. ദെൻ ഇവിടെ കാണിച്ച തന്നെയാണ്. ദെൻ മൊഡ്യൂൾ 2-ലുള്ള 2 പാർട്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഇതൊരു പാർട്ട് എന്ന് പറയാം. അപ്പോൾ ഇതിൽ സെൻട്രിഫ്യൂഗൽ പമ്പാണ് മെയിനായിട്ട് മൊഡ്യൂൾ 2-ലുള്ളത്. ഇപ്പോൾ സെൻട്രിഫ്യൂഗൽ പമ്പിൻ്റെ കൺസ്ട്രക്ഷനും വർക്കിംഗ് ഒന്ന് നോക്കുക. അതിൻ്റെ റെസ്പെക്റ്റീവ് ആയിട്ടുള്ള ഡെറിവേഷൻസ്, വർക്ക് ഡൺ, എഫിഷ്യൻസി, ഡെറിവേഷനും കാര്യങ്ങളും ഒന്ന് നോക്കിയിട്ട് പോവുക. അതുപോലെ തന്നെ സെൻട്രിഫ്യൂഗൽ പമ്പിലുള്ള ഹെഡ്സും എഫിഷ്യൻസീസും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, മാനോമെട്രിക് ഹെഡ്, സക്ഷൻ ഹെഡ്, ഡെലിവറി ഹെഡ് എന്ന് പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ സെൻട്രിഫ്യൂഗൽ പമ്പിലുള്ള എഫിഷ്യൻസീസ് ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് സെൻട്രിഫ്യൂഗൽ പമ്പിലെ ഈ ലോസസ് ഓഫ് സെൻട്രിഫ്യൂഗൽ പമ്പ്. ഓക്കെ, അത് ടർബൈൻ്റെ കേസിൽ നമുക്ക് വേണമെങ്കിൽ പറയാം, ലോസസ് പറയാം. ആ ലോസസ് കാര്യങ്ങളൊക്കെ എന്താണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ മിനിമം സ്റ്റാർട്ടിംഗ് സ്പീഡ് എന്ന് പറഞ്ഞ ഒരു ഡെറിവേഷൻ ഉണ്ട്. ആ ഡെറിവേഷനും അത് റിലേറ്റഡുള്ള പ്രോബ്ലംസ് എല്ലാം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മൊഡ്യൂൾ 2-ൽ സംബന്ധിച്ചിടത്തോളം സെൻട്രിഫ്യൂഗൽ പമ്പിൻ്റെ. അപ്പോൾ സെൻട്രിഫ്യൂഗൽ പമ്പിലും നമുക്ക് സ്പെസിഫിക് സ്പീഡ് ഉണ്ട്, ക്യാവിറ്റേഷൻ ഉണ്ട്, അതെല്ലാം നോക്കി പോവുക. ദെൻ NPSH എന്ന് പറഞ്ഞത് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് തന്നെയാണ് തിയറി
ഓറിയൻറ്റഡ്. അപ്പോൾ ഇത്രയും തിയറി ഏരിയാസ് നിങ്ങൾ എന്ത് തന്നെയായാലും നോക്കിയിട്ട് പോകണം മൊഡ്യൂൾ 2ൻ്റെ കേസിൽ. ഇനി മൊഡ്യൂൾ 3 എന്ന് പറയുമ്പോൾ എന്താണ് നമുക്കറിയാം, റെസിപ്രോക്കേറ്റിംഗ് പമ്പാണ്, പ്യൂർ ആൻഡ് പ്യൂർ റെസിപ്രോക്കേറ്റിംഗ് പമ്പാണ്. ആസ് യൂഷ്വൽ അതിൻ്റെ വർക്കിംഗ് കൺസ്ട്രക്ഷൻ ഒന്ന് നോക്കിയിട്ട് പോവുക. ദെൻ അതിലെപ്പോഴും ചോദിച്ച് കാണാനുള്ളതാണ് എന്താണ് സ്ലിപ്പ്, എന്താണ് നെഗറ്റീവ് സ്ലിപ്പ്, എന്താണ് പെർസെൻറ്റേജ് സ്ലിപ്പ് എന്ന് പറഞ്ഞിട്ട് അതൊന്ന് നോക്കി പോവുക. ദെൻ അതിൽ തിയറി എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ റെസിപ്രോക്കേറ്റിംഗ് പമ്പ് പഠിക്കുമ്പോൾ മിസലേനിയസ് പമ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു ഏരിയ പഠിക്കുന്നുണ്ട്. അതിൽ വരുന്നതാണ് ഈ ഹൈഡ്രോളിക് റാം, ഹൈഡ്രോളിക് അക്യുമുലേറ്റർ, ഹൈഡ്രോളിക് ഇൻറ്റൻസിഫയർ, ജെറ്റ് പമ്പ്, ഗിയർ പമ്പ്, വെയിൻ പമ്പ്, ലോ പമ്പ്. ഇത് മസ്റ്റായിട്ട് നോക്കിയിട്ട് പോവുക. എപ്പോഴും ഇതിൽ നിന്ന് ഈ ഏരിയയിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാവും. മിനിമം ഒരു 3-4 മാർക്കിനുള്ള ഒരു ചോദ്യം എന്തായാലും ഈ ഏരിയയിൽ നിന്നുണ്ടാവും. അതായത് ഡയഗ്രാം വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ചോദിക്കും. അത് മസ്റ്റായിട്ട് നോക്കണം. ദെൻ ഈ റെസിപ്രോക്കേറ്റിംഗ് പമ്പിൻ്റെ മൂന്നാമത്തെ മൊഡ്യൂളിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെറിവേഷൻ എന്ന് പറയുകയാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഡെറിവേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഡെറിവേഷൻ ഓഫ് വർക്ക് സേവ്ഡ് ബൈ ഫിറ്റിംഗ് എയർ വെസലാണ് സിംഗിൾ ആക്ടിംഗ് ആൻഡ് ഡബിൾ ആക്ടിംഗ് റെസിപ്രോക്കേറ്റിംഗ് പമ്പ് എന്ന് പറയുന്നത്. നമ്മൾ എയർ വെസൽ പമ്പിൽ ഫിറ്റ് ചെയ്യുമ്പോൾ ഉള്ള വർക്ക് ഡൺ എത്രയാണ് വർക്ക് സേവ് ചെയ്തതെന്നുള്ളത്. ഇപ്പോൾ സിംഗിൾ ആക്ടിംഗ് ആണെങ്കിൽ 84.8% ആണ് സേവ് ചെയ്തതെന്ന് പറയും. ഡബിൾ ആക്ടിംഗ് വെച്ചതുകൊണ്ട് 39.2% വർക്ക് സേവ് ചെയ്യുന്നു പറഞ്ഞിട്ടുള്ള പ്രൂവ് ചെയ്യാനായിട്ടുള്ള ഡെറിവേഷൻ ഉണ്ടാവും. ആ ഡെറിവേഷൻ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യണം. ദെൻ അതുപോലെ തന്നെ ഇതിനകത്തുള്ള വേറെ ഇൻഡിക്കേറ്റർ ഡയഗ്രാം, ഐഡിയൽ ഇൻഡിക്കേറ്റർ ഡയഗ്രാം എന്താണ്, ദെൻ ഫ്രിക്ഷൻ്റെ എഫക്റ്റ് എന്താണ്, ആക്സിലറേഷൻ എഫക്റ്റ് വരുമ്പോൾ ഉള്ളത് മാറ്റങ്ങൾ, അതെല്ലാം തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ തിയറി പാർട്ടിൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഏരിയ ആണ് നമ്മളിവിടെ പറയുന്നത്. അതുപോലെ ഒരു കാര്യം പറയാൻ വിട്ടുപോയതാണ്, ഈ മൊഡ്യൂൾ 2 ഈ ടർബൈൻ്റെ കേസിൽ, ഡ്രാഫ്റ്റ് ട്യൂബിൻ്റെ കേസിൽ ഡ്രാഫ്റ്റ് ട്യൂബിൻ്റെ ഫംഗ്ഷൻ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ആർ ദ ഫംഗ്ഷൻ ഓഫ് ഡ്രാഫ്റ്റ് ട്യൂബ് എന്ന് പറഞ്ഞ തിയറിയിൽ എപ്പോഴും ചോദിച്ച് കാണാറുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് പോവുക. അതുപോലെ ഇപ്പോൾ മൊഡ്യൂൾ 3ലും പറഞ്ഞ കാര്യങ്ങൾ നോക്കുക. മൊഡ്യൂൾ 4 എന്ന് പറയുമ്പോൾ 2 കംപ്രസേഴ്സ് ആണുള്ളത്. ഒന്ന് റെസിപ്രോക്കേറ്റിംഗ് എയർ കംപ്രസറുണ്ട്, ദെൻ സെൻട്രിഫ്യൂഗൽ ആൻഡ് ആക്സിൽ ഫ്ലോ കംപ്രസറുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ തിയറി പോർഷൻ എന്ന് പറയുമ്പോൾ ചോദിക്കാൻ ചില ക്ലാസിഫിക്കേഷൻ ഓഫ് കംപ്രസർ എന്താണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ ഓഫ് സിംഗിൾ സ്റ്റേജ് ആൻഡ് 2 സ്റ്റേജ് റെസിപ്രോക്കേറ്റിംഗ് എയർ കംപ്രസർ നോക്കുക. ഫാഡ്, അത് ഫ്രീ എയർ ഡെലിവറി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കുക. വോളിമെട്രിക് എഫിഷ്യൻസി ഉണ്ട്, ഞാൻ ഇതിൽ മെൻഷൻ ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ട്. വോളിമെട്രിക് എഫിഷ്യൻസി ഇമ്പോർട്ടൻ്റ് ആണ്, അത് നോക്കിയിട്ട് പോവുക. അതിൻ്റെ ചെറിയ ഡെറിവേഷൻസ് ഉണ്ടോ നോക്കുക. ദെൻ ഡെറിവേഷനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതാണ് തോന്നുന്നത്, കണ്ടീഷൻ ഓഫ് മിനിമം കംപ്രസർ വർക്ക്, 4ാമത്തെ മൊഡ്യൂളിൽ അതൊരു ഇമ്പോർട്ടൻറ്റ് ഡെറിവേഷൻ ആണ്, അതൊന്ന് നോക്കുക. ദെൻ സെൻട്രിഫ്യൂഗൽ കംപ്രസർ വർക്കിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ, അത് 2 കൊല്ലം മുൻപ് ഉള്ള KTUവിൽ തന്നെ ഈ ഒരു ചോദ്യം ചോദിച്ചിട്ടുള്ളതാണ്. സെൻട്രിഫ്യൂഗൽ കംപ്രസറിൻ്റെ വർക്കിംഗ് വിത്ത് കൺസ്ട്രക്ഷൻ, അതിൻ്റെ കൺസ്ട്രക്ഷൻ ചെയ്യുക, അതിൻ്റെ ചിത്രം വരയ്ക്കുക, എന്നിട്ട് അതിൻ്റെ വർക്കിംഗ് എഴുതുക. അന്ന് 10 മാർക്കിന് ചോദിച്ച ചോദ്യമാണ്. അതുകൊണ്ട് അതിന് സാധ്യതയുണ്ട് തിയറി ചോദിക്കുമ്പോൾ ചോദിക്കാം. ദെൻ അതേപോലെ തന്നെ ഈ മൊഡ്യൂളിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് തവണ ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു ഇതാണ് സർജിങ് ആൻഡ് ചോക്കിങ് എന്ന് പറയുന്ന പോലെ. അതേപോലെ ഈ റൂട്ട്സ് ബ്ലോവർ, വെയിൻ കംപ്രസർ, സ്ക്രൂ കംപ്രസർ എന്ന് പറഞ്ഞാൽ ഈ രീതിയിൽ നിന്ന് ഇവിടെ നിന്ന് എന്തായാലും ഒരു ചോദ്യം വരാറുണ്ട്. ഈ റൂട്ട്സ് ബ്ലോവറോ വെയിൻ കംപ്രസറോ സ്ക്രൂ കംപ്രസറിന് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ വന്ന് കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും ഒരു തിയറി ഏരിയ ആണ് നമ്മൾ ഈ മൊഡ്യൂൾ 4 നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ മൊഡ്യൂൾ 5 എന്ന് പറഞ്ഞാൽ ഗ്യാസ് ടർബൈൻസ് ആണെന്ന് അറിയാം. അപ്പോൾ എന്താണ് ടർബൈൻ എന്നുള്ളത് അറിയണം, അതിൻ്റെ ക്ലാസിഫിക്കേഷൻ ഓഫ് ടർബൈൻ അറിയാം, അതിൻ്റെ ക്ലാസിഫിക്കേഷൻ ഓഫ് ടർബൈൻ ചോദിക്കുക, അത് തിയറി ആയിട്ട് ചോദിക്കും. ദെൻ ബ്രൈറ്റൺ സൈക്കിളിൻ്റെ ഡെറിവേഷൻ ചോദിക്കാം. ദെൻ ഇതൊന്ന് നോക്കുക, കമ്പാരിസൺ ഓഫ് ഗ്യാസ് ടർബൈൻസ് ആൻഡ് IC എൻജിൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കമ്പാരിസൺ ഒന്ന് നോക്കി പോവുക. ദെൻ കണ്ടീഷൻ ഫോർ മാക്സിമം ടർബൈൻ വർക്ക്, അതൊരു ഇമ്പോർട്ടൻറ്റ് ഡെറിവേഷൻ ആണ്. ഈ മൊഡ്യൂളിൽ ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റൻ ആണ് കണ്ടീഷൻ ഫോർ മാക്സിമം ടർബൈൻ വർക്ക്. കാരണം ഈ മൊഡ്യൂളിൽ തന്നെ നമ്മളിവിടെ പറഞ്ഞ കണ്ടീഷൻ ഫോർ മിനിമം കംപ്രസർ വർക്ക് മൊഡ്യൂൾ 4ലും ഉണ്ട്, മൊഡ്യൂൾ 5ലും ഉണ്ട്. അത് രണ്ടും സെയിം ഡെറിവേഷൻ തന്നെയാണ്. അപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് ചോദ്യപേപ്പറിൽ മൊഡ്യൂൾ 5ലായിരിക്കും കണ്ടീഷൻ ഫോർ മിനിമം വർക്ക് ഓഫ് മിനിമം കംപ്രസർ വർക്ക് ചോദിക്കുക. അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ പഠിച്ച് തന്നെ എഴുതി വയ്ക്കുക. ദെൻ ഈ കമ്പഷൻ ചാമ്പേഴ്സിൻ്റെ തിയറി ഒരുപാട് തവണ ചോദിച്ച് കണ്ടിട്ടുണ്ട്. എന്താണ്, വാട്ട് ഈസ് കമ്പഷൻ ചാമ്പർ, വാട്ട് ആർ ദ പാർട്സ് ഓഫ് ദ കമ്പഷൻ ചാമ്പർ, എക്സ്പ്ലെയിൻ എന്ന് പറഞ്ഞ് ചോദിച്ച് കണ്ടിട്ടുണ്ട്. അത് നോക്കിയിട്ട് പോവുക. ദെൻ സ്റ്റെബിലിറ്റി ലൂപ്പ് എന്ന് പറയുന്നതും ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ ഞാനൊരു ജസ്റ്റ് തിയറി മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്, തിയറി കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഏരിയ. പക്ഷേ തിയറി മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റില്ല, ഇൻ ദ സെൻസ് പാസ്സാവാൻ പറ്റില്ല. നമുക്ക് എന്താണ് ഈ ഫ്ലൂയിഡ് മെഷീനറി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് എല്ലാ ഡെറിവേഷൻസിലും നമുക്ക് അറിഞ്ഞിരിക്കണം. അതിൻ്റെ മെയിനായിട്ടുള്ള ഇക്വേഷൻസ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അതൊക്കെ ഒരു പേപ്പറിൽ പഠിച്ച് നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ട് പോലെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഒരു ക്വിക്ക് റിവിഷൻ പാകത്തിന് നിങ്ങൾ എഴുതി സെറ്റാക്കി വെക്കുക. ദെൻ ന്യൂമറിക്കൽ പ്രോബ്ലംസ്, ഇപ്പോൾ നമ്മളുടെ ഈ ക്ലാസ്സിൽ തന്നെ ഉള്ളത് എല്ലാ പ്രോബ്ലംസും വർക്കൗട്ട് ചെയ്ത് നോക്കുക.
ഓക്കെ, നമ്മൾ എന്താണ് എല്ലാ 5 മൊഡ്യൂളും സിലബസ് ഫുള്ളായിട്ട് തന്നെ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് പോവുക. അതിലുള്ള ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഒക്കെ ഒന്നും കൂടി ഒന്ന് റിവൈസ് ചെയ്ത് നോക്കുക. അതിൽ യൂസ് ചെയ്തിട്ടുള്ള ഇക്വേഷൻസ് എന്താണോ നോട്ട് ചെയ്തെടുക്കുക. എന്തുകൊണ്ടോ ഓരോ ചോദ്യങ്ങളിൽ നമ്മൾ ഓരോരോ ഇക്വേഷൻസ് ആയിരിക്കും യൂസ് ചെയ്തിട്ടുള്ള, അത് എന്തുകൊണ്ടാണ് അത് യൂസ് ചെയ്തെന്നുള്ള മനസ്സിലാക്കി എഴുതി പഠിക്കുക. ഓക്കെ, ഇത്രയുമാണ് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ദെൻ ഇതിലിപ്പോൾ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാൻ വിട്ടുപോയ ടോപ്പിക് ഉണ്ടാവും ഓരോ മൊഡ്യൂളിൽ എന്ന് കരുതിയിട്ട് അത് സ്കിപ്പ് ചെയ്ത് പോകണ്ട. ഇതെനിക്ക് ഇമ്പോർട്ടൻ്റ് എന്നുള്ള തോന്നിയിട്ടുള്ള ഏരിയസാണ് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്ത് പറഞ്ഞിട്ടുള്ളത്. ബട്ട് റിമെമ്പർ, തിയറി മാത്രം പഠിച്ചുകൊണ്ട് നമുക്ക് എക്സാം പാസ്സാവാൻ പറ്റില്ല. ഡെറിവേഷൻസും അറിയണം, പ്രോബ്ലംസും അറിയണം. അതുകൊണ്ട് അത് നന്നായിട്ട് നോക്കുക. ഈ തിയറി ഞാനിവിടെ പറയാൻ കാരണം, ഇതിൽ പറഞ്ഞിരിക്കുന്ന തിയറി ഞങ്ങൾ ഡീപ്പായിട്ട് പഠിച്ചാലേ ചിലപ്പോൾ ആ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസിൽ ആദ്യത്തെ 10 ചോദ്യം വരുന്ന ആ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ, എഴുതാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അത് നല്ല ഡീപ്പായിട്ട് തന്നെ പഠിച്ച് നല്ലപോലെ പഠിച്ചിട്ട് നല്ല ഫ്രഷ് മൈൻഡോടെ ഒരു എക്സാം എഴുതാൻ പോവുക. ഓക്കെ, താങ്ക് യു.